ഡെയിലി ഫ്ലവറിങ് ചെയ്യുന്ന അധികം കെയറിങ് വേണ്ടാത്ത പ്ലാന്റ്സ് നോക്കാം. ഫസ്റ്റ് ബ്ലൂ ഡേയ്സ് ആണ്. ഈ കാണുന്ന പോലെ നല്ലൊരു ബ്ലൂ കളറും അതിൻ്റെ നടുക്ക് വൈറ്റ് കളറും വരുന്ന കുഞ്ഞു ഫ്ലവേഴ്സാണ് അതിലുണ്ടാകുന്നത്. പക്ഷെ നിറച്ചിങ്ങനെ എല്ലായിടത്തും ഫ്ലവേഴ്സ് ഉണ്ടാവും. ഇതിനുള്ളൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രാവിലെ നമ്മുടെ സന്തോഷത്തിന് നിൽക്കുമെങ്കിലും വൈകുന്നേരമൊന്നും ഈ പൂവിങ്ങനെ കാണത്തില്ല, അത് വാടിപ്പോയിട്ടുണ്ടാകും. പ്രൊപ്പഗേഷൻ ഭയങ്കര ഈസിയാണ്. മണലിൽ ഇതിൻ്റെ കമ്പ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പ്രൂണിങ് ചെയ്യണം. ആ കമ്പ് കുത്തി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പ്രൊപ്പഗേറ്റ് ചെയ്ത് കിട്ടും. അടുത്തത് കാക്കപ്പൂവാണ്. കാക്കപ്പൂവിൻ്റെ ഒരു തൈ ഒപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിങ്ങനെ വളർന്ന് പോയിക്കൊണ്ടിരിക്കും. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ചൈനീസ് വയലറ്റാണ്. ചൈനീസ് വയലറ്റും പ്രൊപ്പഗേഷൻ ഭയങ്കര ഈസിയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് കുറച്ച് ദിവസത്തിനകത്ത് തന്നെ എടുക്കാൻ പറ്റും. അതുപോലെ നട്ട് നല്ല ബുഷിയായിട്ട് വളർത്തുകയാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. ഇതിപ്പോൾ കുറച്ച് നീണ്ടുപോയി, പ്രൂണിങ് ചെയ്യാൻ വിട്ടുപോയിട്ടാണ്. ഇത് ഗാൽഫീമിയാണ്. ഗാൽഫീമിയ നല്ല മഞ്ഞപ്പൂക്കളാണ് ഉണ്ടാകുന്നത്. ഇതും എന്നും ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണ്. അടുത്തത് വയലറ്റ് ജാസ്മിനാണ്. വയലറ്റ് ജാസ്മിന് പ്രത്യേകിച്ച് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. വയലറ്റ് കളറിലെ പൂക്കളാണ്. ഒരു പിങ്കിഷ് വയലറ്റ് എന്നൊക്കെ പറയാം. ഇതും എന്നും പൂക്കൾ തരുന്ന ഒരു പ്ലാന്റാണ്. മിനിമം ഒരു 4 hours എങ്കിലും വെയിൽ കിട്ടുന്ന ഭാഗത്ത് വേണം ഈ പറഞ്ഞ എല്ലാ പ്ലാന്റ്സും വെക്കാനായിട്ട്. എല്ലാ പ്ലാന്റ്സിനും വെയിൽ ആവശ്യമാണ്. അപ്പോൾ പിന്നെ ഈ വയലറ്റ് ജാസ്മിനിൽ നല്ലപോലെ നിറച്ച് പൂക്കൾ ഇടാനായിട്ടുള്ളൊരു ട്രിക്കാണ് മുട്ടത്തോട് പൊടിച്ചത് ഇതിൻ്റെ ചുവടിളക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നത്. നമുക്കൊരു 20 days ഗ്യാപ്പ് ഇട്ടിട്ട് ഇതിലിങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പം നിറച്ചും ഇങ്ങനെ പൂക്കളൊക്കെ ഇടും.